ഹായ്, ദേവൂസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മളിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് തഴുതാമ കൊണ്ടുള്ള ഒരു ചപ്പാത്തി, ഒരു റോട്ടി, ഒരു പറാത്ത, എന്ത് വേണമെങ്കിലും വിളിക്കാം. അതുകൊണ്ടുള്ള ഒരു ചപ്പാത്തിയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. നമ്മൾ മുരിങ്ങയില പറാത്ത, മുരിങ്ങയില റോട്ടി അങ്ങനെയൊക്കെ ഉണ്ടല്ലോ, അതേപോലെ തന്നെയാണ് ഇത്. നമ്മൾ തഴുതാമ കൊണ്ടുണ്ടാക്കുന്നതേ ഉള്ളൂ. തഴുതാമ ഇലയുടെ ഗുണങ്ങളും അതിൻ്റെ ബാക്കി എല്ലാ കാര്യങ്ങളും ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. ഒരുപാട് ഔഷധ ഗുണങ്ങളും ഒരുപാട് ആരോഗ്യ സംബന്ധമായ എല്ലാ പ്രശ്നങ്ങൾക്കും ഒക്കെ വളരെ നല്ല ഒരു ഇലയാണ് ഈ തഴുതാമയുടെ ഇല. ഇത് ഈ ഇലയായിട്ട് എടുത്ത് നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയതിന് ശേഷം ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചതാണ് ഇത്. നമ്മളതിൽ മിക്സ് ചെയ്ത് കുഴയ്ക്കാൻ പാകത്തിന് വളരെ ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചിരിക്കുന്നതാണിത്. ഇത് ഏകദേശം ഒരു 1/2 കപ്പ് വരും. അപ്പോൾ 1.5 കപ്പ് മാവാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഗോതമ്പ് മാവ് 1.5 കപ്പാണ് എടുത്തിരിക്കുന്നത്. അതിന് ഒരു 1/2 കപ്പ് തഴുതാമയുടെ ഇല, കൂടിയാലും കുഴപ്പമൊന്നുമില്ല. ഞാൻ 1/2 കപ്പാണ് എടുത്തിരിക്കുന്നത്. പിന്നെ വേണ്ടത് ഒരു ശക്കല മല്ലിയിലയാണ് വേണ്ടത്. പിന്നെ ഇത് അയമോദകം, അജ്വൈൻ എന്ന് പറയും, അയമോദകം. ഇത് ഒരു 1/2 ടീസ്പൂൺ വേണം. പിന്നെ ജീരകം വേണം ഒരു 1/2 ടീസ്പൂണ്, മഞ്ഞൾപ്പൊടി ഒരു 1/2 ടീസ്പൂണ്, മുളക് പൊടി, ഉപ്പ്, പിന്നെ നെയ്യ്, കുഴയ്ക്കാൻ പാകത്തിന് നെയ്യ്, പിന്നെ ആവശ്യത്തിന് വെള്ളം. ഇതാണ് വേണ്ടത്. വളരെ എളുപ്പത്തിലും വളരെ ടേസ്റ്റി ആയിട്ടും ഈ തഴുതാമയുടെ റൊട്ടി നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. ആദ്യം ഇത് എങ്ങനെയാണ് കുഴയ്ക്കുന്നതെന്ന് നമുക്ക് നോക്കാം. ആദ്യം നമുക്ക് ഗോതമ്പ് മാവ് ഇട്ട് കൊടുക്കാം. അത് കഴിഞ്ഞ് ഈ ഇല, തഴുതാമയുടെ ഇല നമ്മൾ ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചത് നമുക്ക് ചേർത്ത് കൊടുക്കാം. മല്ലിയില, ഇതൊരു 1/2 ടീസ്പൂൺ അയമോദകം, അര ടീസ്പൂൺ ജീരകം, നല്ല ജീരകമാണിത്, ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു 1/2 ടീസ്പൂൺ മുളക് പൊടി, ഇതിനാവശ്യമുള്ള ഉപ്പ്. ആദ്യം ഇതെല്ലാം നല്ലപോലെ മിക്സ് ചെയ്യുക. നന്നായിട്ട് മിക്സ് ചെയ്ത് കഴിഞ്ഞ് നമ്മൾ ചപ്പാത്തിക്ക് കുഴച്ചെടുക്കുന്ന പോലെ അല്പം വെള്ളം ചേർത്ത് നമ്മൾ കുഴച്ചെടുക്കുക. ഇതേപോലെ നന്നായിട്ട് നല്ല മയത്തിൽ നമ്മൾ കുഴച്ചെടുക്കുക. ഇതിലേക്ക് ഒരു ടീസ്പൂൺ നെയ്യ് ചേർക്കുക. നെയ്യ് ചേർത്തിട്ട് ഒന്നും കൂടെ നന്നായിട്ട് നമ്മൾ കുഴയ്ക്കുക. ഇതൊരു 1/2 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വയ്ക്കും. 1/2 മണിക്കൂർ കഴിഞ്ഞതിന് ശേഷം നമുക്കിത് പരത്തി ചപ്പാത്തി ഉണ്ടാക്കിയെടുക്കാം, റൊട്ടി ഉണ്ടാക്കിയെടുക്കാം. ഇത് 1/2 മണിക്കൂർ അനക്കാതെ അതൊന്ന് സെറ്റാവാൻ റെസ്റ്റ് ചെയ്യാൻ വയ്ക്കും. ഇത് നമുക്ക് അടച്ച് വയ്ക്കാം. ഇത് അങ്ങനെ അടച്ച് വയ്ക്കുക. ഒരു 1/2 മണിക്കൂർ കഴിയട്ടെ. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഇത് നമുക്ക് ഒന്നും കൂടെ നന്നായിട്ട് മിക്സ് ചെയ്ത് ഉരുട്ടി ചെറിയ ബോളാക്കാം. സൈസ് നമ്മുടെ സൈസിന് ഇതേപോലെ ഉരുളകളാക്കാം.
കണ്ടോ, മാവ് നല്ല സോഫ്റ്റായിട്ട്. ഇനി നമുക്കിത് പരത്താം. ഒരുപാട് നൈസാവണ്ട, ഒരു വിധം. ഒരുപാട് കട്ടിക്കും വേണ്ട, ഒരുപാട് തിന്നാവും വേണ്ട. നമുക്കിതിനി ചുട്ടെടുക്കാം. കല്ല് നന്നായിട്ട് ചൂടായിട്ടുണ്ട്. നമുക്കതിലോട്ട് ചപ്പാത്തി ഇട്ട് കൊടുക്കാം. ഇത് ഒരു സൈഡ് ഇങ്ങനെ ബബിള് പോലെ കുമിളകൾ പോലെ വരും. ആ സമയത്ത് നമുക്ക് തിരിച്ചിടാൻ കണ്ടോ, ഒരു സൈഡിൽ നിന്ന് വരുന്നുണ്ടോ. ഈ സമയത്ത് നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാം. ഒരു സൈഡിൽ നമുക്ക് ഒരല്പം നെയ്യ് ഒന്ന് തടവി കൊടുക്കാം. നെയ്യ് താല്പര്യമില്ലാത്തവർ എണ്ണ തടവി കൊടുത്താലും മതി. പക്ഷെ ഇതിന് നന്നായിട്ട് സൂട്ട് ചെയ്യുന്നത് നെയ്യ് തന്നെയാണ്. അതുകൊണ്ട് നെയ്യ് തന്നെ ചെയ്യാൻ ശ്രമിക്കുക. വളരെ എളുപ്പത്തിൽ തന്നെ ഇതുണ്ടാക്കാം. ടേസ്റ്റ് ആണെങ്കിലും അത് ഗംഭീരമാണ് താനും. ഇതായിട്ടുണ്ട്, നമുക്ക് മാറ്റാം. അടുത്തിട്ട് കൊടുക്കാം. ലൈറ്റായിട്ട് കുമിളകളൊക്കെ ഇങ്ങനെ ബബിൾസ് പോലെ വരുന്നുണ്ട്. ആ സമയത്ത് നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാം. ഒരല്പം നെയ്യൊന്ന് തടവി കൊടുക്കാം. ഇതുമായിട്ടുണ്ട്, നമുക്ക് മാറ്റാം. അടുത്തത് ഇതായിട്ടിട്ടുണ്ട്. ഇതേപോലെ നമുക്ക് എല്ലാ ചപ്പാത്തിയും നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. അങ്ങനെ നമ്മുടെ സ്വാദിഷ്ടമായ തഴുതാമ ഇലയുടെ ചപ്പാത്തി, ഒരു റോട്ടി, ഒരു പറാത്ത, എന്ത് വേണമെങ്കിലും നമുക്ക് പറയാം. അതിന് റെഡി ആയിട്ടുണ്ട്. വളരെ സ്വാദിഷ്ടമാണ്. വളരെ ഇതാക്കണ്ടോ, സോഫ്റ്റായിട്ട് കണ്ടോ, ലെയറായിട്ട് വന്നിരിക്കുന്നു. നല്ല ടേസ്റ്റാണ്. തഴുതാമയുടെ ഇലയുടെ ഗുണങ്ങൾ ഞാൻ പറയേണ്ടതില്ല, കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞതാണ്. ഒരുപാട് കാൽഷ്യം, അയൺ, വൈറ്റമിൻസ്, ആൻറ്റി ഓക്സിഡൻസ്, ഒരുപാട് അസുഖങ്ങൾക്ക് ഇത് വയറിൻ്റെ ആയാലും കണ്ണിനായാലും ഹാർട്ടിനായാലും യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷൻസ്, അതിനൊക്കെ ഭയങ്കരമായിട്ട് നല്ല ഒരു ഇലയാണ്. ഇലകളുടെ രാജാവെന്ന് പറയാം. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങളുടെ അഭിപ്രായം കമൻസിലൂടെ അറിയിക്കുക. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോയിൽ വരുന്നവരെ നന്ദി, നമസ്കാരം.